നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കള്ളൻ വിജയൻ എന്നൊരൊറ്റ ലേഖനം കാരണമാണ് ദേശാഭിമാനിക്ക് അവർ അച്ചടിച്ച വാരാന്ത്യ പതിപ്പ് മുഴുവൻ കൂട്ടിയിട്ട് കത്തിക്കേണ്ടി വന്നത്. പിണറായി കൂട്ടർക്ക് വല്ലാതെ അങ്ങ് ചൊറിച്ചിൽ കയറി എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് കൂട്ടിയിട്ട് കത്തിക്കേണ്ടി വന്നത്. ഈ കള്ളൻ വിജയൻ എന്ന ലേഖനമാണോ, ആ തലക്കെട്ടാണോ, അതോ ഇനിയിപ്പോൾ വാരാന്ത്യ പതിപ്പിൽ നിറഞ്ഞു നിന്ന VS-നെ കുറിച്ചുള്ള ഓർമ്മകളാണോ ഇവരെ ചൊടിപ്പിച്ചത് എന്ന് കൃത്യമായി അറിയില്ല. എന്തായാലും പിണറായി കൂട്ടർക്ക് വല്ലാത്ത കലി ഇളകിയത് കൊണ്ടാണ് ആ വാരാന്ത്യ പതിപ്പ് കൂട്ടത്തോടെ കത്തിച്ചത് എന്ന് കൃത്യമായി പുറത്തു വന്നിട്ടുണ്ട്. ഈ വാരാന്ത്യ പതിപ്പ് മുഖ്യതിനെ കുറിച്ച് താത്വികമായ ഒരു അവലോകനം നടത്തിക്കൊണ്ട് സ്വരാജ് രംഗത്ത് വന്നിരുന്നല്ലോ. MV ഗോവിന്ദൻ കഴിഞ്ഞാൽ പിന്നീട് ഉയർന്നു വരുന്ന ഒരു താത്വിക ആചാര്യനാണ് സ്വരാജ്. ആധികാരികമായി മണ്ടത്തരം വിളമ്പുന്ന ആൾ. ഈ വിഷയത്തിലും പ്രതികരിച്ച് വന്നത് നല്ല ഒന്നാം തരം മണ്ടത്തരമാണ്. പതിവ് പോലെ മണ്ടത്തരം തന്നെ വിളമ്പി. ജനങ്ങൾ അതിന് നല്ല മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതായത് സ്വരാജ് പറഞ്ഞത് വാരാന്ത്യ പതിപ്പ് മുക്കിയതൊന്നുമല്ല, വാരാന്ത്യ പതിപ്പ് അച്ചടിച്ചിരുന്നില്ല, അച്ചടിക്കാൻ പറ്റാതിരുന്നത് യന്ത്ര തകരാറ് കൊണ്ടാണ് അച്ചടിക്കാൻ കഴിയാതിരുന്നത് എന്നാണ്. ഇതോടുകൂടി ജനങ്ങൾ സ്വരാജിനെ, പുതിയ താത്വികാചാര്യനെ എടുത്ത് വാരി അലക്കിയിട്ടുണ്ട്. ഈ പറയുന്ന ലേഖനം അത് വാരാന്ത്യ പതിപ്പിൽ കൊടുക്കാൻ കഴിഞ്ഞില്ലേലും ദേശാഭിമാനിയിലുള്ളവർ കൃത്യമായി അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടിയാണ് സ്വരാജിന്റെ കള്ളം മുഴുവൻ പൊളിഞ്ഞത്. അതായത് വാരാന്ത്യ പതിപ്പ് അച്ചടിക്കാൻ കഴിയാതിരുന്നത് യന്ത്ര തകരാറ് കൊണ്ടാണ് എന്ന് പറഞ്ഞ ഡയലോഗ് അടിച്ചുകൊണ്ടായിരുന്നല്ലോ സ്വരാജ് വന്നത്. അതോടുകൂടി അപ്പോൾ തന്നെ ജനങ്ങൾ ചോദിച്ചിരുന്നു, ദേശാഭിമാനിയെയും സ്വരാജിനെയും പിണറായി കൂട്ടരെയും ഒക്കെ വാരി അലക്കുന്ന ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാവരും ചോദിച്ചത്, പത്രം അച്ചടിച്ചപ്പോൾ യന്ത്രത്തിന് തകരാറൊന്നും ഉണ്ടായില്ല, പക്ഷെ വാരാന്ത്യ പതിപ്പ് അച്ചടിച്ചപ്പോൾ വല്ലാത്ത യന്ത്ര തകരാറായിരുന്നല്ലയോ സ്വരാജെ എന്നാണ് ജനം ചോദിച്ചത്. ഇതോടുകൂടി സ്വരാജ് മാളത്തിൽ കയറി ഒളിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ സ്വരാജിനെ പോലും പൊളിച്ചെടുക്കുന്ന നീക്കമാണ് ദേശാഭിമാനിയിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത്. ദേശാഭിമാനിയിൽ അസാധാരണമായ നടപടികളാണ് നടക്കുന്നത്. നാടക കലാകാരനായ വിജയനെ കുറിച്ചുള്ള കള്ളൻ വിജയൻ എന്ന ഫീച്ചർ വാരാന്ത്യ പതിപ്പിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് വിവാദമായതോടെ അതിന്റെ ചുമതലക്കാരനായ ന്യൂസ് എഡിറ്റർ KR അജയനെ ചുമതലയിൽ നിന്നും നീക്കിയിരിക്കുകയാണ്. പകരം T ചന്ദ്രമോഹനാണ് ചുമതല നൽകിയിരിക്കുന്നത്. VS അനുസ്മരണം ഉൾപ്പെടുത്തിയ വാരാന്ത്യ പതിപ്പിൽ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിൽ വന്ന ലേഖനം പ്രസിദ്ധീകരിക്കുന്നതിലുള്ള തർക്കത്തെ തുടർന്നാണ് ഈ നടപടി. സ്വരാജ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഉന്നയിച്ച വാദങ്ങൾ മുഴുവൻ പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞതോടെയാണ് അജയനെതിരെ ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ, സ്വരാജ് ഉൾപ്പെടെ തള്ളിക്കൊണ്ടുവന്നത് വെറും ഡയലോഗടി മാത്രമായിരുന്നു. സത്യത്തിൽ സംഭവിച്ചത് കള്ളൻ വിജയൻ എന്ന ആ ഒരു തലക്കെട്ട് വല്ലാതെ പിണറായിയെ ചൊടിപ്പിച്ചിരിക്കാം. അല്ലെങ്കിൽ VS-നെ കുറിച്ചുള്ള ഓർമ്മകളാണ് വാരാന്ത്യ പതിപ്പിൽ നിറഞ്ഞു നിന്നത്. ആ വാരാന്ത്യ പതിപ്പിൽ, അതായത് VS-നെ കുറിച്ചുള്ള ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന വാരാന്ത്യ പതിപ്പിൽ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിൽ ഒരു ലേഖനം വന്നാൽ പിണറായിക്ക് അത് പിടിക്കുമോ? അതും പിണറായിയുടെ ഈഗോ വല്ലാതെ അങ്ങ് ഹർട്ട് ചെയ്തത് കൊണ്ടായിരിക്കും പിണറായി പത്രം കൂട്ടിയിട്ട് കത്തിക്കാൻ ഉത്തരവിട്ടത് എന്നാണ് സോഷ്യൽ മീഡിയയിലെ ട്രോളുകൾ വരുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ നാണം കെട്ട് നിൽക്കുകയാണ് ദേശാഭിമാനിയും CPM-ഉം നേതാക്കളും ഒക്കെ. എന്നാൽ ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ദേശാഭിമാനിയും CPM-ഉം തമ്മിൽ കട്ട ഉടക്കിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത്. ദേശാഭിമാനിയിലെ ഒരു കൂട്ടം ജീവനക്കാർ അവർ പിണറായിക്കും MV ഗോവിന്ദനും എതിരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പുത്തുലത്ത് ദിനേശന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വിജയനെയും ഗോവിന്ദനെയും ചവിട്ടി പുറത്താക്കണം എന്നുള്ള ആവശ്യക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്തായി പുറത്തു വന്ന വാർത്തകൾ, ദേശാഭിമാനിയിലെ വാർത്തകൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും. പിണറായി വിജയന്റെ നിലപാടുകൾക്ക് നേർ വിപരീതമായിട്ടുള്ള നിലപാടുകളാണ് പാർട്ടി പത്രം സ്വീകരിക്കുന്നത്. മുൻപൊക്കെ പാർട്ടിയുടെ നിലപാട് എന്തായിരുന്നോ അതിൽ നിന്ന് അണുവിട വ്യതിചലിക്കാത്ത നിലപാട് തന്നെയായിരുന്നു പാർട്ടി പത്രവും സ്വീകരിക്കുക. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി 10 വർഷക്കാലത്തിരുന്നപ്പോഴും അതുതന്നെയാണ് സംഭവിച്ചത്. പിണറായി എന്താണോ പറയുന്നത് അത് തന്നെയായിരുന്നു ദേശാഭിമാനിയിൽ അച്ചടിച്ച് അതേപോലെ വരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ അങ്ങനെയല്ല. പിണറായി പറയുന്നത് ഓക്കാനിക്കാൻ, അതായത് പിണറായി ഛർദ്ദിക്കുന്നത് വാരി വലിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്നുള്ള നിലപാട് ദേശാഭിമാനിയിലെ ഒരു കൂട്ടർ സ്വീകരിച്ചിട്ടുണ്ട്. ഇത് വല്ലാതെ പിണറായിയെയും ഗോവിന്ദനെയും ഒക്കെ ചൊടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പിണറായിക്കും ഗോവിന്ദനും എതിരായി നിൽക്കുന്ന ദേശാഭിമാനിയിലെ ജീവനക്കാരെ
ചവിട്ടി പുറത്താക്കാനാണ് നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. കടക്ക് പുറത്ത് എന്ന് പറയാനുള്ളവരുടെ ലിസ്റ്റിലെ ആദ്യ പേരുകാരൻ പുത്തുലത്ത് ദിനേശൻ തന്നെയാണ്. ദേശാഭിമാനിയിൽ ഒരു കൂട്ട പൊളിച്ചെഴുത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതും വ്യക്തമായിരിക്കുകയാണ്. പിണറായിയെ എതിർക്കുന്നവർ ദേശാഭിമാനിയിൽ വേണ്ട എന്നുള്ള നിലപാട് കപ്പിത്താൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്നാൽ ഒരു വഴിക്കൂടെ പിണറായിയെ ചവിട്ടി പുറത്താക്കാനുള്ള ഒരു നീക്കം അതിശക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും പിണറായിയെ ചവിട്ടി പുറത്താക്കും CPMകാർ. എന്തായാലും പിണറായിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് പാർട്ടി പത്രം എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. തിടുക്കപ്പെട്ട് അജയനെതിരെ എടുത്ത നടപടിയിൽ നിന്ന് തന്നെ വ്യക്തമാണ് പിണറായി കൂട്ടർക്ക് മാത്രമേ ഇനി ദേശാഭിമാനിയിൽ ഇരിക്കാൻ കഴിയൂ എന്നുള്ളത്. ദേശാഭിമാനിയിൽ അജയന്റെ ഓഫീസ് മുറിയുടെ വാതിൽ പൂട്ടി പുറത്താക്കുകയായിരുന്നു ചെയ്തത്. തിങ്കളാഴ്ച ജോലിക്കെത്തിയപ്പോഴാണ് വാതിൽ പൂട്ടിയിരിക്കുന്നത് അജയൻ കണ്ടത്. ഇത് തുറന്നു നൽകിയതുമില്ല. പാർട്ടിക്കും പത്രത്തിനും അവമതിപ്പുണ്ടാക്കിയെന്ന് കാണിച്ച് അദ്ദേഹത്തിന് റെസിഡന്റ് എഡിറ്റർ M സ്വരാജ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ഇതിന് അജയൻ മറുപടി നൽകുകയും ചെയ്തു. ഈ വിശദീകരണം തള്ളിയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഞായറാഴ്ച പുറത്തിറങ്ങേണ്ടിയിരുന്ന വാരാന്ത്യ പതിപ്പിലാണ് വിവാദ ഫീച്ചർ ഉണ്ടായിരുന്നത്. മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം എന്ന പേരിൽ VSനെ കുറിച്ചുള്ള KV സുധാകരന്റെ ഓർമ്മക്കുറിപ്പാണ് വാരാന്ത്യ പതിപ്പിന്റെ മുഖലേഖനമായിരുന്നത്. അവസാന പേജിലായിരുന്നു TC രാജേഷ് തയ്യാറാക്കിയ കള്ളൻ വിജയൻ എന്ന നാടക ഗ്രാമം മുത്തത്തിപ്പാറ PO എന്ന ഫീച്ചർ ഉണ്ടായിരുന്നത്. VSന്റെ ഓർമ്മക്കുറിപ്പും കള്ളൻ വിജയൻ എന്ന ഫീച്ചറും ഒരു വാരാന്ത്യ പതിപ്പിൽ വരുന്നത് തെറ്റായ വ്യാഖ്യാനത്തിന് വഴിവെക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അച്ചടിയും വിതരണവും എല്ലാം നിർത്തിയത്. വാരാന്ത്യ പതിപ്പ് നിർത്തിയതുമായി ബന്ധപ്പെട്ട് വാർത്ത മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയതിനെ കുറിച്ചാണ് അജയന് നൽകിയ നോട്ടീസിലെ ചോദ്യം. പാർട്ടിക്കുള്ളിൽ ഉരുണ്ടുകൂടുന്ന വിഭാഗീയത ദേശാഭിമാനിയിലേക്ക് കൂടി പടർന്നതിന്റെ ഫലമായാണ് ഈ വിവരം പുറത്തായത് എന്നാണ് സൂചന. ദേശാഭിമാനി വാരാന്ത്യ പതിപ്പുമായി ബന്ധപ്പെട്ട് വിവാദത്തിൽ പ്രതികരിച്ച് VSന്റെ മകൻ VA അരുൺകുമാറും രംഗത്ത് വന്നിരുന്നു. ദേശാഭിമാനി യുക്തം പോലെ ചെയ്യട്ടെ എന്നായിരുന്നു പറയാനുള്ളത്. പത്രം പ്രസിദ്ധീകരിക്കുന്നതും പ്രസിദ്ധീകരിക്കാതിരിക്കുന്നതും രാഷ്ട്രീയമാണ്. അതിനപ്പുറം ഒന്നും പറയാനില്ല. ലേഖനത്തെക്കുറിച്ച് തന്നോടോ കുടുംബാംഗങ്ങളോടോ സംസാരിച്ചിട്ടില്ല എന്നും അരുൺ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു. അതായത് കാര്യം ഇത് തന്നെയാണ്. ഒരു വാരാന്ത്യ പതിപ്പ്, അതിൽ VSനെ കുറിച്ചുള്ള ഓർമ്മകൾ, അത് കടലിരമ്പം ഒരു വിപ്ലവം പോലെ എടുത്തു കാണിക്കുമ്പോൾ അതിൻ്റെ മറുഭാഗത്തുള്ള പേജിൽ കള്ളൻ വിജയൻ എന്ന പേരിൽ ആ ഒരു തലക്കെട്ടിൽ ഒരു ലേഖനം വരുന്നു. അത് പിണറായിയെ സംബന്ധിച്ചിടത്തോളം പിണറായിക്ക് വല്ലാത്ത നാണക്കേടാണ്. എന്നാൽ ഈ വിജയനെ അല്ല മറ്റൊരു വിജയനെ കുറിച്ചായിരുന്നു എന്ന് പറഞ്ഞു മനസ്സിലാക്കിയാൽ എങ്ങാണ്ട് പിണറായിക്ക് മനസ്സിലാകുന്നുണ്ടോ? വിജയൻ എന്ന പേര് അത് കള്ളനായി ചിത്രീകരിക്കേണ്ട എന്നുള്ളതായിരുന്നു പിണറായിയുടെ വല്ലാത്ത ധാർഷ്ട്യം. എന്നാൽ വലിയ വിമർശനമായിരുന്നു പാർട്ടിയിൽ പിണറായിക്ക് നേരെയും പിണറായി കൂട്ടർക്ക് നേരെയും ഉയർന്നത്. VSനെ ഓർമ്മിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കൊടുക്കേണ്ടിയിരുന്ന ആ പത്രം പിൻവലിച്ചുകൊണ്ട് അത് മറ്റൊരു ദിവസത്തേക്ക് കൊടുക്കാനായി മാറ്റിവെച്ചതിനെ വലിയ രീതിയിലാണ് VS പക്ഷക്കാർ വിമർശിച്ചത്. ഇത് പിണറായിയുടെ ധാർഷ്ട്യവും അഹങ്കാരവുമാണെന്ന് VS പക്ഷക്കാർ പറയുന്നു. അതായത് പിണറായിയുടെ തലപ്പൊക്കത്തിൽ ജനകീയ നേതാവായി VS ഇങ്ങനെ നിൽക്കുന്നത് പിണറായിക്ക് ഇപ്പോഴും അങ്ങോട്ട് ദഹിക്കുന്നില്ല. ആ മനുഷ്യൻ മരിച്ചിട്ടും കേരളത്തിലെ ജനങ്ങളുടെ ഉള്ളിൽ അദ്ദേഹം ഒരു സ്നേഹനിധി പോലെ വാഴുന്നത് പിണറായിയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. പിണറായിക്ക് VS ജീവിച്ചിരുന്നപ്പോഴും പിണറായിയുടെ ഒരു ശത്രുവായിട്ട് പിണറായി കണ്ടിരുന്നത് VSനെ ആയിരുന്നല്ലോ. VS എന്തായിരുന്നു ചെയ്ത തെറ്റ്? അതുകൂടി നമ്മളൊന്ന് ഓർക്കണമല്ലോ. പാർട്ടിയിലെ തെറ്റുകൾക്കെതിരെ, പുഴുക്കുത്തുകൾക്കെതിരെ VS സംസാരിച്ചു എന്നതാണോ അദ്ദേഹം ചെയ്ത തെറ്റ്? ഈ പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയതായിരുന്നു അദ്ദേഹം ചെയ്ത തെറ്റ്. ഈ പാർട്ടി തിരുത്തേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞതായിരുന്നു അദ്ദേഹം ചെയ്ത തെറ്റ്. ഫാരിസ് അബൂബക്കർമാരെ പോലെയുള്ള കോർപ്പറേറ്റുകളുടെ തോളിൽ കൈയിട്ട് CPM നേതാക്കൾ നടക്കുന്നത് തെറ്റായ പ്രവണതയാണെന്ന് ഓർമ്മപ്പെടുത്തിയതായിരുന്നു അദ്ദേഹം ചെയ്ത തെറ്റ്. അതിനൊക്കെ എത്രത്തോളം വേട്ടയാടി ആ മനുഷ്യനെ അങ്ങേയറ്റം അപമാനിച്ചില്ലേ പിണറായി കൂട്ടർ? എന്നാൽ ഇന്നിപ്പോൾ പിണറായി നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? അതിലും വലിയ തിരിച്ചടിയല്ലേ? പാർട്ടിയിൽ ഒന്നും അല്ലാതായി മാറിക്കഴിഞ്ഞില്ലേ പിണറായി? ഇപ്പോൾ പാർട്ടിയിലെ ഒരു കൂട്ടർ പിണറായിയെ ചവിട്ടി പുറത്താക്കാൻ നിൽക്കുകയാണ്. ഇതൊക്കെ കാലം കാത്തുവെക്കുന്ന കാവ്യനീതിയാണ്, കാലം നൽകുന്ന മറുപടിയാണ്.